പോലീസുമായി ഞങ്ങൾ ചേർന്നുണ്ടാക്കിയ സംഘർഷത്തിന് മറുപടി പറയാൻ വരുന്നത് ജയരാജൻ വന്നിട്ട് പറയുന്നു, ഇപ്പൊ മൂക്കിന്റെ പാലേ പൊട്ടിയിട്ടുള്ളൂ, ഇനിയും ഇങ്ങനെ കളിച്ചാൽ കയ്യൂക്കുള്ള സഖാക്കൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. എന്ന് വെച്ചാ വാക്കിന്റെ അർത്ഥം എന്താ? ഒരു സമരരംഗത്ത് പോലീസുമായിട്ടുണ്ടായ ഒരു സംഘർഷത്തിന്റെ പുറത്തേൽക്കുന്ന പരിക്ക്, ആ പരിക്കേപ്പ് ഉണ്ടായിട്ടുള്ള ഇനി മുന്നോട്ട് പോയാൽ കയ്യൂക്കുള്ള സഖാക്കൾ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ എന്ന് ജയരാജൻ പ്രസംഗിക്കുമ്പോ ഒരു സഖാവിനെ സംബന്ധിച്ചിട്ട് അയാളുടെ എസ്റ്റിമേറ്റ് എന്താ? ആ ഗുണ്ടാ പണിയെടുക്കുന്നവൻ മാത്രമാണ് തന്റെ പാർട്ടിയിലുള്ളവരെന്ന് ഒരു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ നിന്ന് പ്രസംഗിക്കുമ്പോ ഞാൻ സ്നേഹത്തോടെ, എനിക്ക് വെല്ലുവിളികൾ ശീലമില്ല, ഞാനത് പഠിച്ചിട്ടില്ല, എന്നാരും പഠിപ്പിച്ചിട്ടുമില്ല, സ്നേഹത്തോടെ തന്നെ പറയുന്നു, അത്തരം ഉമ്മാക്കി കണ്ടൊന്നും ഭയക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഞാൻ സ്നേഹത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ തന്നെ CPM-ഉം ഞങ്ങളും തമ്മിൽ ആ ദിവസം ഞാൻ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഞങ്ങൾ CPM-ഉമായിട്ടാണ് ഒന്നും തള്ളുണ്ടാവുന്നത്. CPM ആണ് ഞങ്ങളെ മർദ്ദിക്കുന്നത്, ഞങ്ങൾ CPM-നെ തിരിച്ചു മർദ്ദിച്ചോ? ഞാൻ അവിടെ ചെന്ന ശേഷം ഒരു സംഘർഷം ഉണ്ടായോ? എനിക്ക് പരിക്കേറ്റ ശേഷം പോലും ഒരു പോലീസുകാരൻ അയാളുടെ കയ്യിൽ കിടന്ന് പൊട്ടി പരിക്കേറ്റ ഗ്രനേഡ് അല്ലാതെ അവിടുത്തെ ഏതെങ്കിലും ഒരു പോലീസുകാരന് പരിക്കേറ്റു? അവിടുത്തെ ആ പ്രശ്നം അത്രയും വലിയ ആൾക്കൂട്ടത്തെ ഒരു പ്രശ്നമില്ലാതെ പിരിച്ചുവിട്ടിട്ടാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുന്ന് പോകുന്നത്. എന്നിട്ട് നിങ്ങൾ ഒരു കള്ളക്കേസ് എടുക്കുക, 13-ാം തീയതി ഒരു ബോംബിന്റെ കേസ്. ഞാൻ CPM-ന്റെ സഹപ്രവർത്തകരോട് ഇതൊന്ന്, ഈ ഒരൊറ്റ വാചകം നിങ്ങളൊന്ന് വായിക്കാൻ തയ്യാറാവണം. അവിടെ നിങ്ങൾ വ്യാജ കള്ളക്കേസ് ഉണ്ടാക്കി അറസ്റ്റ് ചെയ്ത പ്രതികളെ ജാമ്യം കൊടുക്കുമ്പോ കോടതി പറഞ്ഞൊരു വാചകം, ഫ്രം ദ ഫാക്ട്സ് റിവീൽഡ് ഫ്രം ദ കേസ് ഡൈൻ. ഒത്തിരി ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ 8-ന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.